വെൽക്കം ബാക്ക് ടു സിയ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ടോപ്പിക്ക് ബയോളജിക്കൽ വാല്യൂ ഓഫ് പ്രോട്ടീൻ ആൻഡ് പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടക്കാം. ബയോളജിക്കൽ വാല്യൂ ഓഫ് പ്രോട്ടീൻ. ബയോളജിക്കൽ വാല്യൂ ഈസ് എ മെഷർ ഓഫ് ദ പ്രൊപ്പോർഷൻ ഓഫ് അബ്സോർബ്ഡ് പ്രോട്ടീൻ ഫ്രം എ ഫുഡ് which becomes incorporated into the proteins of the organism's body. അതായത് ഈ ഒരു ബയോളജിക്കൽ വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു മെഷർമെൻ്റ് ആണ്. അതായത് നമ്മൾ ഫുഡിൽ നിന്നും അബ്സോർബ് ചെയ്യുന്ന പ്രോട്ടീൻ്റെ പ്രൊപ്പോർഷൻ്റെ ഒരു മെഷറാണ് ബയോളജിക്കൽ വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അബ്സോർബ് ചെയ്യുന്ന ഈ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു? അത് നമ്മുടെ ഓർഗാനിസത്തിൻ്റെ ബോഡിയിലുള്ള പ്രോട്ടീനുമായിട്ട് ഇൻകോർപ്പറേറ്റഡ് ചെയ്യുന്നു. It captures how readily the digested protein can to be used in protein synthesis in the cell of the organism. ഓർഗാനിസത്തിൻ്റെ സെല്ലുകളിൽ നടക്കുന്ന ഈ ഒരു പ്രോട്ടീൻ സിന്തസിസിൽ നമ്മൾ ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു പ്രോട്ടീന് യൂസ്ഡ് അപ്പ് ആവുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതിന് ഈ ഒരു ഇത് ക്യാപ്ചർ ചെയ്യുന്നു, BV ക്യാപ്ചർ ചെയ്യുന്നു. ഇറ്റ് ഈസ് എ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ് യൂസ്ഡ് ടു ഡിറ്റർമിൻ വാട്ട് പെർസെൻറ്റേജ് ഓഫ് എ ഗിവൺ ന്യൂട്രിയൻ സോഴ്സ് ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ദ ബോഡി. നൽകിയിട്ടുള്ള ന്യൂട്രിയൻ സോഴ്സിൽ നിന്നും, അതായത് ഒരു ഗിവൺ ന്യൂട്രിയൻ സോഴ്സിൽ നിന്നും നമ്മുടെ ബോഡി അത് എത്ര പെർസെൻറ്റേജ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്ന് കണക്കാക്കുന്നതിനുള്ള ഒരു സ്കെയിൽ ഓഫ് മെഷർമെൻ്റ് ആണ് ഇത്. ദ സ്കെയിൽ ഈസ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി അപ്ലൈ ടു പ്രോട്ടീൻ സോഴ്സസ്. പ്രോട്ടീൻ സോഴ്സുകൾക്ക് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി അപ്ലൈ ചെയ്യുന്ന ഒരു സ്കെയിലാണ് BV എന്ന് പറയുന്നത്. ബയോളജിക്കൽ വാല്യൂ ഈസ് ഡിറൈവ്ഡ് ഫ്രം പ്രൊവൈഡിങ് എ മെഷർ ഇൻടേക്ക് ഓഫ് പ്രോട്ടീൻ ദെൻ ഡിറ്റർമിനിങ് ദ നൈട്രജൻ അപ്ടേക്ക് വേഴ്സസ് നൈട്രജൻ എക്സ്ക്രീഷൻ. അതായത് ബയോളജിക്കൽ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് ഒരു മെഷർ ഇൻടേക്ക് ഓഫ് പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നത് വഴിയാണ്. അതിനുശേഷം നൈട്രജൻ അപ്ടേക്ക് വേഴ്സസ് നൈട്രജൻ എക്സ്ക്രീഷൻ നമ്മളവിടെ ഡിറ്റർമിൻ ചെയ്യുന്നു. ദ തിയററ്റിക്കൽ ഹയസ്റ്റ് BV ഓഫ് എനി ഫുഡ് സോഴ്സ് ഈസ് 100%. അതായത് തിയററ്റിക്കലി ഹയസ്റ്റ് ആയിട്ടുള്ള BV എന്ന് പറയുന്നത് ഏതൊരു ഫുഡ് എടുത്താലും അതിൻ്റെ BV എന്ന് പറയുന്നത് 100% ആയിരിക്കും. In short, by referring how well and how quickly your body can use this protein you consume. If the body needs, for example, 1 gram of phenylalanine നമുക്ക് ഡെയിലി റിക്വയർ ആയിട്ട് വരുന്നത് ആവശ്യമുള്ളത് എങ്കിലും ദ ഫുഡ് എന്ന് പറയുന്നത് 500 gram പ്രോട്ടീൻ മാത്രമാണ് സപ്ലൈ ചെയ്യുന്നത് എങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? നമുക്ക് 1 gram കിട്ടുന്നതിന് പകരം അവിടെ 0.5 gram ഓഫ് ഫീനൈൽഅലാനിനാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ്? ദ BV ഓഫ് ദ പ്രോട്ടീൻ ഈസ് വെരി ലോ ആയിരിക്കും. ഓൺലി എ ഫ്രാക്ഷൻ ഓഫ് പ്രോട്ടീൻ ക്യാൻ ബി യൂസ്ഡ്, ദ റെസ്റ്റ് മസ്റ്റ് ബി എക്സ്ക്രീറ്റഡ്. എന്ത് ചെയ്യുന്നു? ഈ ഒരു പ്രോട്ടീൻ്റെ ഒരു ഫ്രാക്ഷൻ മാത്രമാണ്, കുറച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ്ഡ് അപ്പ് ആക്കുന്നത്. ബാക്കിയുള്ള റെസ്റ്റ് നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എ ലോ BV ക്യാൻ ബി കോമ്പൻസേറ്റഡ് ബൈ കൺസ്യൂമിങ് അതർ പ്രോട്ടീൻ. അപ്പം നമുക്കവിടെ വന്നിട്ടുള്ള ആ ഒരു ലോ BV എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? നമ്മൾ മറ്റ് പ്രോട്ടീൻസിനെ കൺസ്യൂം ചെയ്യുന്നത് വഴി കോമ്പൻസേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, വെൻ എ പ്രോട്ടീൻ ഈസ് ലോ ഇൻ ലൂസിൻ ബട്ട് BV ഈസ് ലോ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രോട്ടീൻ, അതായത് ഇസ് ലോ ഇൻ ലൂസിൻ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണെങ്കിൽ നമ്മുടെ BV എന്ന് പറയുന്നത് ലോ ആയിരിക്കും. അപ്പോൾ വെൻ കമ്പൈനിങ് ദിസ് പ്രോട്ടീൻ വിത്ത് എ പ്രോട്ടീൻ with high leucine content, the combined BV will be higher than that from the first protein alone. അതായത് നമുക്കപ്പോൾ ഈ ഒരു പ്രോട്ടീൻ, അതായത് ലൂസിൻ കണ്ടൻറ്റ് അല്ലെങ്കിൽ ലൂസിൻ അവിടെ കമ്മിയായിട്ടുള്ള ഈ ഒരു പ്രോട്ടീനെ നമ്മൾ ലൂസിൻ റിച്ച് ആയിട്ടുള്ള ഒരു പ്രോട്ടീനുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കമ്പൈൻഡ് BV എന്ന് പറയുന്നതിന് നമ്മൾ ഫസ്റ്റ് ഒറ്റയ്ക്ക് എടുത്തിട്ടുള്ള ഈ ഒരു പ്രോട്ടീനേക്കാളും കൂടുതലായിട്ടുള്ള പ്രോട്ടീൻ വാല്യൂ ആണ് ഉണ്ടായിരിക്കുക. In the combination, another amino acid may be limiting, thus determining a new BV. You can never add two biological value to obtain a new biological value. നമുക്ക് ഒരിക്കലും രണ്ട് ബയോളജിക്കൽ വാല്യൂവിന് ഒരു പുതിയ ബയോളജിക്കൽ വാല്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. The new value in a combination will be determined by the most restricted amino acid in the combination. ഒരു കോമ്പിനേഷനിൽ അല്ലെങ്കിൽ ഒരു ന്യൂ വാല്യൂ ഇൻ എ കോമ്പിനേഷൻ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു കോമ്പിനേഷനിൽ ഉള്ള മോസ്റ്റ് റെസ്ട്രിക്റ്റഡ് അമിനോ ആസിഡ് വഴിയാണ്. ദ BV ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ വെജിറ്റേറിയൻസ് ആൻഡ് വേഗൻസ്
ഹൂ ഡു നോട്ട് കൺസ്യൂം എനിമൽ പ്രോട്ടീൻസ്. അപ്പോൾ BV എന്ന് പറയുന്നത് വെജിറ്റേറിയൻസിനും അതുപോലെ തന്നെ വേഗൻസിനും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം അവർ എനിമൽ പ്രോട്ടീൻസ് ഒന്നും കൺസ്യൂം ചെയ്യുന്നില്ല. ഇൻ ജനറലായി നമ്മൾ പറയുവാണെങ്കിൽ എനിമൽ പ്രോട്ടീൻസിനാണ് ഹയർ BV കണ്ടൻസ് ഉള്ളത്. ഈ ഒരു വെജിറ്റബിൾ പ്രോട്ടീൻസിനേക്കാളും കൂടുതലായിട്ട് ഒരു BV കണ്ടൻറ്റ് ഉള്ളത്, വാല്യൂ ഉള്ളത് എനിമൽ പ്രോട്ടീൻസിനായിരിക്കും, ഡ്യൂ ടു ദ റിസംബ്ലൻസ് ഓഫ് ഹ്യൂമൻ ആൻഡ് എനിമൽസ്. Vegetarian and vegans thus should cleverly select protein sources to obtain high BV. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസിനും അതുപോലെ തന്നെ വേഗൻസും അവർ ഈ BV വാല്യൂ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള പ്രോട്ടീൻ സോഴ്സുകൾ വേണം അവർ ഫുഡിന് സെലക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഹ്യൂമൻ ന്യൂട്രീഷൻ നോക്കുകയാണെങ്കിൽ എഗ് വൈറ്റ് പ്രോട്ടീനാണ് ഒരു ബെസ്റ്റ് അമിനോ ആസിഡ് പ്രൊഫൈലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. കൂടാതെ ഈ ഒരു ചില എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, അതായത് ലൈസിൻ അതുപോലെ തന്നെ മിഥിയോണിൻ പോലുള്ള എസെൻഷ്യൽ അമിനോ ആസിഡിൻ്റെ കണ്ടൻറ്റ് പ്ലാന്റ് പ്രോട്ടീൻസിൽ ജനറലി അത് ലോവർ ആയിരിക്കും. സോയ് പ്രോട്ടീനാണ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോട്ടീൻ, പ്ലാന്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. പക്ഷേ മോസ്റ്റ് ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇസ് ദ പ്രൊപ്പോർഷൻ ഓഫ് എസെൻഷ്യൽ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് മിഥിയോണിൻ. അതാണ് ഇതിൽ വരുന്ന ഒരു പ്രോമിനൻറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. Egg white protein has approximately 3 times more methionine than is found in soy protein. സോയ് പ്രോട്ടീനിൽ കാണപ്പെടുന്നതിനേക്കാളും കൂടുതൽ ഒരു 3 times more ആയിട്ട് മിഥിയോണിൻ ഈ ഒരു എഗ് വൈറ്റ് പ്രോട്ടീനിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു പ്രോമിനൻറ്റ് ഡിഫറൻസ് ആയിട്ട് ഈ ഒരു സോയ് പ്രോട്ടീനിൽ കാണപ്പെടുന്നത്. The BV of protein is determined by measuring the amount of nitrogen consumed and ദാറ്റ് എക്സ്ക്രീറ്റഡ്. അപ്പോൾ എന്താണ് BV, ഈ ഒരു പ്രോട്ടീൻ്റെ BV എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മൾക്ക് ഈ എമൗണ്ട്, അതായത് നൈട്രജൻ കൺസ്യൂം ചെയ്തിട്ടുള്ള എമൗണ്ടും എക്സ്ക്രീറ്റഡ് ആയിട്ടുള്ളതിൻ്റെ എമൗണ്ടും മെഷർ ചെയ്യുന്നത് വഴിയാണ് നമുക്ക് BV ഓഫ് പ്രോട്ടീൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? ദ ഒബ്ലിഗേറ്ററി ലോസ് ഓഫ് യൂറിനറി ആൻഡ് ഫീക്കൽ എൻഡ് മസ്റ്റ് ബി ഡിറ്റർമൈൻഡ്. യൂറിനിലൂടെയും അതുപോലെ തന്നെ ഫീക്കലിലൂടെയും നഷ്ടപ്പെടുന്ന നൈട്രജനെ ആ ഒരു ലോസ് നമ്മൾ ആദ്യം ഡിറ്റർമിൻ ചെയ്യേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നൈട്രജൻ ഫീഡ് ഡയറ്റുകൾ ഫീഡ് ചെയ്യുകയാണ്. Then this is followed by a determination of the amount of urinary and fecal nitrogen with consumption ഓഫ് ദ ടെസ്റ്റ് പ്രോട്ടീൻ. അപ്പം നമ്മൾ ആ ടെസ്റ്റ് പ്രോട്ടീൻ ഉണ്ട്, എന്താ ടെസ്റ്റ് പ്രോട്ടീനായിട്ട് വരുന്നത്? നൈട്രജൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് ഉണ്ടായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം? കൺസ്യൂം ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു എമൗണ്ട്, യൂറിനറി ആൻഡ് ഫീക്കൽ നൈട്രജൻ്റെ എമൗണ്ടിനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ദ ഡിഫറൻസ് ഇൻ excretor between the two dietary conditions is expressed as delta fecal and delta urinary N. രണ്ട് ഡയറ്ററി കണ്ടീഷൻസിലും വരുന്ന ഈ ഒരു ഡിഫറൻസ് ഇൻ നൈട്രജൻ എക്സ്ക്രീറ്ററിനെ നമ്മൾ ഡെൽറ്റ ഫീക്കൽ നൈട്രജൻ എന്നും ഡെൽറ്റ യൂറിനറി നൈട്രജൻ എന്നുമാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഈ ഒരു ഗ്രീക്ക് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുള്ള ഈ ഒരു ഡെൽറ്റ എന്ന് പറയുന്നത് അത് മീൻ ചെയ്യുന്നത് ദ ചേഞ്ച് ഇൻ ആണ്. ദ BV represent the fraction of amino acid absorbed by the gut and that is retained by the body. അപ്പോൾ BV റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ഗട്ട് അബ്സോർബ് ചെയ്തിട്ടുള്ള അമിനോ ആസിഡിൻ്റെ ഒരു ഫ്രാക്ഷനെയാണ്. BV അതിൽ ഇഗ്നോർ ചെയ്യുന്നത് എന്തായിരിക്കും? ഈ ഫീക്കലായിട്ട്, അതായത് ലോസസ് വരുന്ന, അതായത് ദ പാർട്ട് ഓഫ് ഡയറ്ററി പ്രോട്ടീൻ ദാറ്റ് ഈസ് നോട്ട് അബ്സോർബ്ഡ് ആൻഡ് അപ്പിയേഴ്സ് ഇൻ ദ ഫിക്കൽസ്. അതെന്താ പറയുന്നത്? നമ്മുടെ ബോഡിയിൽ നമ്മൾ അബ്സോർബ് ചെയ്യാത്ത പ്രോട്ടീൻ, അതായത് ഫിക്കലിലൂടെ പോകുന്ന ആ ഒരു പ്രോട്ടീനെ അത് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. Then the change in fecal nitrogen occurring with the two diet is subtracted from the value of an intake in the both numerator and denominator. അതായത് ഇവിടെ നമ്മൾ വരുന്ന ഈ ഒരു ചേഞ്ച് ഇൻ ഫിക്കൽ നൈട്രജൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഈ ഒരു രണ്ട് ഡയറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇതിനെ നമ്മൾ ഒരു നൈട്രജൻ ഇൻടേക്ക് വാല്യൂ ഉണ്ടായിരിക്കും, ആ ഒരു വാല്യൂവിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ന്യൂമറേറ്ററിലും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലും ചെയ്യുന്നുണ്ട്. ചേഞ്ച് ഇൻ ഫീക്കൽ എൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? ഡെൽറ്റ ഫീക്കൽ എൻ ആണ്. ദ ഹൈ BV indicate that the amino acid occur in proportion that are highly compatible with the need of the body.
ഹൈ ബി വി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഹൈലി കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള, അതായത് വളരെ പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള പ്രൊപ്പോർഷൻസിൽ അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എ പ്രോട്ടീൻ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ലാക്കിംഗ് ഇൻ വൺ ഓഫ് ദ ഇൻഡിസ്പെൻസിബിൾ അമിനോ ആസിഡ് വുഡ് ബി എക്സ്പെക്റ്റഡ് ടു ഹാവ് എ ബി വി ക്ലോസ് ടു ഓർ ഈക്വൽ ടു 0. അതായത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അമിനോ ആസിഡുകൾ ഇല്ലാത്ത, അത് കണ്ടെയ്ൻ ചെയ്യാത്ത പ്രോട്ടീൻ ആണെങ്കിൽ അതിൻ്റെ ബി വി എന്ന് പറയുന്നത് 0യോ അല്ലെങ്കിൽ 0നോട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. ഇനി നമുക്ക് കിട്ടുന്ന ഈ ഒരു ബി വിയുടെ ഫോർമുല വഴി നമുക്ക് കിട്ടുന്നത് ഒരു ഫ്രാക്ഷൻ ആയിരിക്കും, അതായത് ഒരു ഭിന്നസംഖ്യ ആയിരിക്കും. ഈ ഒരു ഭിന്നസംഖ്യനെ നമുക്ക് പേഴ്സൻറ്റേജിൽ കാണുന്നതിന് വേണ്ടിയിട്ട്, ഈ ബി വിനെ നമുക്ക് പെർസെൻറ്റേജ് വാല്യൂ ആയിട്ടാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രാക്ഷനെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദ ഫോർമുല ഫോർ ദ ബി വി ഈസ് ബി വി ഈക്വൽ ടു റീറ്റൈൻഡ് എൻ ഡിവൈഡഡ് ബൈ അബ്സോർബ്ഡ് എൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഇൻടേക്ക് മൈനസ് ഡെൽറ്റ ഫീക്കൽ എൻ മൈനസ് ഡെൽറ്റ യൂറിനറി എൻ ഡിവൈഡഡ് ബൈ എൻ ഇൻടേക്ക് മൈനസ് ഡെൽറ്റ ഫീക്കൽ എൻ. പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ. പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ അല്ലെങ്കിൽ PER ഈസ് ദ റേഷ്യോ ഓഫ് ഗ്രാം ഓഫ് ബോഡി വെയ്റ്റ് ഗെയിൻഡ് ഇൻ സ്പെസിഫൈഡ് ടൈം ടു ദ ഗ്രാം ഓഫ് പ്രോട്ടീൻ കൺസ്യൂംഡ്. ഒരു നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ, അതായത് ഒരു സ്പെസിഫൈഡ് ടൈമിൽ നമ്മുടെ ബോഡി വെയിറ്റ് ചെയ്ത്, അതായത് നമ്മുടെ ബോഡി ഗെയിൻ ചെയ്തിട്ടുള്ള ആ ഒരു വെയ്റ്റിൻ്റെ ഗ്രാം ഓഫ് ബോഡി വെയ്റ്റ് ഗെയിനും അതുപോലെ തന്നെ ദ ഗ്രാം ഓഫ് പ്രോട്ടീൻ കൺസ്യൂംഡ്, നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുള്ള പ്രോട്ടീൻ്റെയും തമ്മിലുള്ള അനുപാതമാണ് ഈ ഒരു പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോയിൽ വരുന്നത്. എഗ് വൈറ്റ് പ്രോട്ടീനാണ് എന്ത് ചെയ്യുന്നത്, ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് അമിനോ ആസിഡ് പ്രൊഫൈലായിട്ട് നമ്മുടെ ഹ്യൂമൻ കൺസംഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ ന്യൂട്രീഷന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പ്രോട്ടീൻ എഫിഷ്യൻറ്റ് റേഷ്യോ മെത്തേഡ് ഈസ് ദ ഈസിയസ്റ്റ് മെത്തേഡ് ഓഫ് ആക്സസിങ് ദ ക്വാളിറ്റി ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ ക്വാളിറ്റി ആക്സസ് ചെയ്യുന്നതിനുള്ള ഒരു ഈസി മെത്തേഡാണ് പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത്. PER ഈസ് ദ ഗെയിൻ ഇൻ ബോഡി വെയ്റ്റ് ഡിവൈഡഡ് ബൈ ദ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ കൺസ്യൂംഡ്. അപ്പം നമ്മളുടെ വെയ്റ്റ്, ബോഡി വെയ്റ്റിന്, നമ്മൾ ഗെയിൻ ചെയ്തിട്ടുള്ള വെയ്റ്റിന് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ കൺസ്യൂംഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് PER കിട്ടുന്നത്. അപ്പോൾ അത് ഇക്വേഷൻ വൈസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. PER ഈക്വൽ ടു വെയ്റ്റ് ഗെയിൻ ഡിവൈഡഡ് ബൈ പ്രോട്ടീൻ ഇൻടേക്ക്. ഇനി നമ്മൾ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് റാറ്റിലാണ്. അപ്പോൾ ഈ മുല കുടിക്കുന്ന റാറ്റുകൾ, അതായത് പാല് കുടിക്കുന്ന റാറ്റുകളിൽ നമ്മളൊരു സ്റ്റാൻഡേർഡൈസ്ഡ് കണ്ടീഷനിൽ നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു, ഗ്രോത്ത് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. സച്ച് ഫാക്ടേഴ്സ് ആസ് ദ ഏജ് ഓഫ് റാറ്റിൻ്റെ ഏജ്, ലെങ്ത് ഓഫ് ദ എക്സ്പെരിമെൻ്റൽ പീരീഡിൻ്റെ ലെങ്ത്ത്, ലെവൽ ഓഫ് പ്രോട്ടീൻ ആൻഡ് സെക്സ് ഓഫ് ദ റാറ്റ് അഫക്ട് ദ PER അസേ. അതെല്ലാമാണ് PER അസേനെ അഫക്റ്റ് ചെയ്യുന്നത്. അത് കൂടാതെ നെക്സ്റ്റ് വരുന്നത് ദ PER റേറ്റ് ഹാസ് ബീൻ ക്രിട്ടിസൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ്. 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ക്രിറ്റിസിസം ഇരിക്കുന്നത്. ഫസ്റ്റ് വൺ, ദ ഗെയിൻ ഇൻ ദ ബോഡി വെയ്റ്റ് മെ നോട്ട് ബി കോൺസ്റ്റൻറ്റ് ഇൻ ടിഷ്യൂ കോമ്പോസിഷൻ ഓൺ ഡയറ്റ് കണ്ടെയ്നിങ് ഡിഫറെൻറ്റ് പ്രോട്ടീൻസ്. സെക്കൻഡ് വൺ, പ്രോട്ടീൻ ലെവലിനനുസരിച്ചിട്ട് റിസൾട്ട് വാരി ചെയ്യുന്നുണ്ട്. തേർഡ് വൺ, the determination makes no allowance for the maintenance requirement. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിന് ഈ PER ഡിറ്റർമിനേഷനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്.